ആണ് എൻ്റെ അമ്മ വാസുകി അയ്യർ ലൂയിസ്. അച്ഛനും അമ്മയും ഇന്റർകാസ്റ്റ് മാരേജാ. അമ്മയാണെങ്കിൽ വലിയ കഥകളി ആർട്ടിസ്റ്റ് ആണെന്നാ എല്ലാരും പറയുന്നേ. പക്ഷെ ആ ഡാൻസ് കണ്ടാലേ എനിക്കൊന്നും മനസ്സിലാവാറില്ല. നമ്മുടെ മെട്രോ കൊച്ചി സിറ്റിയിൽ എല്ലാ മാസവും ഭാരതി കഥകളി യോഗത്തിന്റെ കഥകളി ഉണ്ടാവാറുണ്ട് എന്നുള്ള കാര്യം എത്ര പേർക്കറിയാം? അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതിലെ ലീഡിംഗ് ആർട്ടിസ്റ്റ് എല്ലാം ഇപ്പൊ പാവം ബാത്റൂമിൽ വീണേ കൈ ഉളുക്കിയിരിക്കുക. നമ്മൾ ചിലർക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, പാട്ട് പാടാൻ അറിയാം, സ്റ്റിച്ചിങ് അറിയാം, കുക്കിംഗ് അറിയാം, അങ്ങനെ എന്തെല്ലാം കലകള്. പക്ഷെ വിവാഹശേഷം നമ്മളിതെല്ലാം പൂട്ടിക്കെട്ടി വെക്കും. കുട്ടികളായി, ഭർത്താവായി, അവരുടെ കാര്യമായി. നീ കുളിക്കുന്നുണ്ടോ ഇല്ലയോ? വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. കളിച്ചോണ്ടിരിക്കവള്. ബസ് വരെ ടൈം ആച്ച്. എനിക്ക് ഡാൻസ് അറിയാം, എനിക്ക് പാട്ട് പാടാൻ അറിയാലോ, കുക്കിംഗ് അറിയാലോ എന്നൊക്കെ. സംസാരം നമസ്കാരം. സമയം പോയേ. ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന്? അപ്പം മുട്ടയാടാ. ഓൾറെഡി ലേറ്റ് ആയമ്മേ. ചിന്തേ ഒരു കാത് കേൾക്കതാ ഇല്ല. നിക്ക്. എന്താ അമ്മേ? നിനക്ക് എന്താടി ഇതൊക്കെ എടുത്താ? കഴിക്കാൻ എടുക്കാനൊന്നും മറക്കാറില്ലല്ലോ. ഗുഡ് മോർണിംഗ് വാസുകി. ഗുഡ് മോർണിംഗ്. എന്റെ മോളെ നീ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്റെ ചക്കര അവിടെ എടുക്കണായിരുന്നു. അങ്ങോട്ട് കേറി പോയേ. എന്ത് തോന്നുവാസേ കാണിക്കുന്നത്? പെൺകുട്ടികളെ തൊടാതെ പിടിക്കാൻ നിന്നൂടെ നിനക്ക്? എവിടെയാ ബസ്സിന്റെ ലീവാണ് ചേച്ചി. ഞാൻ അറിയാതെ പോലീസിനെ വിളിക്കും. ഇനൊന്നും വെറുതെ വിട്ടാൻ പറ്റില്ല. എന്താ വാസുകി ഇത്? സമയായില്ലേ, പിള്ളേര് പോട്ടെ. ഒരു നോട്ടം കണ്ടില്ലേ? എന്റെ ചേച്ചി എന്റെ പിള്ളേരെ ഞാൻ വേഗം പൊക്കോ. പോടോ പോ. നാളായിട്ട് ഞാൻ വാസുകി നിനക്ക് എന്ത് പറ്റി? ഈ നിസാര കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഇത് നിസാരായിരിക്കും. പത്രം തുറന്ന ഇതേ ഉള്ളൂ. ഈ അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ആകെ ഷെയിമായി പോയി. പക്ഷെ എന്റെ അച്ഛൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ആളൊരു സെലിബ്രിറ്റിയാ. ചന്ദ്രൻ ചേട്ടന്റെ വീട് കണ്ടോ? ലമ്പിളി മാമനോദിച്ച പോലെ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കത്രികയിലേക്ക് സ്വാഗതം. ഇന്ന് കത്രിക വയ്ക്കാൻ പോകുന്നത് ഈ ആഴ്ച റിലീസ് ചെയ്ത 2 ചിത്രങ്ങൾക്കാണ്. ആദ്യം യുവ സംവിധായകൻ ശ്രീ മാർക്ക് പരമേശ്വരൻ സംവിധാനം ചെയ്ത ഇരുതലമൂരി എ കുമ്പളങ്ങി ലവ് സ്റ്റോറി എന്ന ന്യൂ ജനറേഷൻ ചിത്രവും ജോയ് പീറ്റർ സംവിധാനം ചെയ്ത മുല്ലപ്പ് വിപ്ലവം എന്ന ഓൾഡ് ജനറേഷൻ ചിത്രവുമാണ്. ഗുണ്ട, കൊട്ടേഷൻ, ഭായി, കലിപ്പ്, മച്ചു എന്നീ കീഴാള വ്യവഹാര വാക്കുകൾ അധോലോകത്തിന്റെ വായിൽ തിരികെ വെച്ചാൽ തിരശീല വിറയ്ക്കുമെന്ന് തെറ്റിദ്ധരിച്ച ചില സംവിധായകർ കൊച്ചിയിൽ രാപ്പാർക്കുന്നുണ്ട്. ഇതാണ് കത്രിക, അച്ഛനെ ഫേമസ് ആക്കിയ പ്രോഗ്രാം. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ രാത്രി ന്യൂസ് ചാനലില് ചർച്ചയിലൊക്കെ ഗസ്റ്റ് ആയിട്ട് ലൂയിസ് പുത്തൻ. ബ്ലോക്ക് ബസ്റ്റർ സംവിധായകന്റെ മുൻകാല സിനിമകൾ എന്ന പോലെ ഈ സിനിമയിലെ നായികയും നായകനോടൊപ്പം ആടിപ്പാടാനുള്ള യന്ത്രപാവ മാത്രമാണ്. യുക്തിഭദ്രമല്ലാത്ത കഥയിൽ താരരാജാവിന്റെ അമാനുഷികതയ്ക്ക് മുന്നിൽ വായ പൊളിച്ച് മയങ്ങി നിൽക്കാൻ മാത്രമാണ് പാവം നായികയുടെ വിധി. മുല്ലപ്പൂ വിപ്ലവം എന്ന ചിത്രം ഒരു വിപ്ലവം ഉണ്ടാക്കാതെ വെറും പുരുഷഗർജനം മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തത്. ആളൊരു ആർട്ടിസ്റ്റും കൂടിയാ. അമ്മയാ അച്ഛന്റെ മെയിൻ മോഡൽ. പിന്നെ അച്ഛനൊരു വക്കീലും കൂടെ ആട്ടോ. ഡിവോഴ്സ് കേസുകളാ അച്ഛൻ അധികം എടുക്കുന്നത്. അതുകൊണ്ട് അമ്മ ഡിവോഴ്സ് വക്കീലിനാ അച്ഛനെ കളിയാക്കി വിളിക്കുന്നത്. കൊച്ചി പുതിയ കൊച്ചിയല്ല മച്ചാ, കൊച്ചിക്ക് പുതിയ DCP കിട്ടി. അതും ഒരു സ്മാർട്ട് ലേഡി. DCP ജീനാബായ് IPS. ഇങ്ങനെ വാണി വിശ്വനാഥിനെ ഓർമ്മയില്ലേ? ഒരു 1.5 വരവായിരുന്നു അല്ലേ? എന്താ നമ്മുടെ ഗൂസ് ബംസ് ഒക്കെ ഇങ്ങനെ വന്നു. ശരിക്കും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ അതില് കളക്ടറിനെ അടിച്ചിടുന്ന പ്രകടനമായിരുന്നില്ലേ? അഭിലാഷേ, പ്രേമിച്ച കാമുകയെ കല്യാണം കഴിക്കരുതെന്ന് പറയുന്നത് ഇതാ. ഭാര്യ ആവുമ്പോ കാമുകിയുടെ സൗന്ദര്യം ഉണ്ടാവില്ല. അതിനും 2 തരവാ. ഹലോ, കുടുംബം എന്ന് പറയുന്നത് ചിട്ടിക്കമ്പനി പോലെയാ. ഭർത്താവ് ക്യാഷറും ഭാര്യ മാനേജറും. അവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് തെറ്റിയാൽ കമ്പനി പൂട്ടിപ്പോകും. എന്റെ ഭാര്യ ഹാപ്പിയാണെന്ന് അഹങ്കരിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും നുണയന്മാരാടോ. ലോകത്തൊരു ഭാര്യ ഹാപ്പി അല്ലടോ. തനിക്ക് ഡൈവേഴ്സ് വേണമെന്ന് ഒന്നുകൂടെ ആലോചിക്കും.
ആസു, ഇന്ധനം സൂക്ഷിച്ചുപയോഗിച്ചാൽ നമുക്ക് നല്ലത്. ഇതൊക്കെ ഉള്ളിയാണോ ടിയർ ഗ്യാസാണോ? എന്താ? മോളെ നീ സ്കൂൾ ബസ്സിൽ പോകുന്നില്ല. അത് അവളങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ചാൽ മതിയോ? ഞാനാ തീരുമാനിച്ച, നീ ലൂയിസ് കൊണ്ടുവിട്ടാ മതി. ഓക്കെ, അപ്പോൾ മാസം 1000 രൂപ ബസ് ഫീസ്, വർഷം 70,000 രൂപ. സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ ഇനി 7 വർഷം എടുക്കും. അപ്പോൾ 70,000 രൂപ ലാഭം. നീ ആയിടി ഫൈനാൻസ് മിനിസ്റ്റർ. അടുത്ത പ്രാവശ്യം നീ പാലായിൽ നിന്നാൽ പുഷ്പം പോലെ ജയിക്കും. പിന്നെ ഈ ലാഭത്തിന്റെ കമ്മീഷൻ ചോദിച്ചു വരരുത് കേട്ടോ. നമുക്കൊരു കാർ വാങ്ങണം. അതാകുമ്പോ മോക്ക് സേഫായിട്ട് സ്കൂളിൽ പോവാലോ. എന്ത് സേഫ്റ്റി? ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന മുഴുവൻ കാർ കൊണ്ടാ. നമുക്കൊന്ന് ആലോചിച്ചിട്ട് പോരെ? എനിക്കൊന്നും ആലോചിക്കാനില്ല. എനിക്ക് എന്റെ മോളെ സേഫ് ആക്കണം. ഓക്കെ ഓക്കെ, ഒരു കാറ് മതിയോ? ഓം ഹം ഹനുമതേ നമ, ഓം ഹം ഹനുമതേ നമ, ഓം ഹം ഹനുമതേ നമ, ഓം. ഇനി ആർക്കെങ്കിലും പുഷ്പാഞ്ജലി കിട്ടാനുണ്ടോ? ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി. ആ ശരി. ആരാ വാസുകിയുടെ ശത്രു? ലൂയിച്ചന്റെ അമ്മയാ? ഇത് 2Bയിലെ കനി ആന്റി, ന്യൂസ് റീഡറാ. അമ്മയ്ക്ക് ആന്റി ഇഷ്ടമല്ല. ആന്റി അച്ഛനെ വളയ്ക്കുന്നുണ്ടോ അമ്മയ്ക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. അതാ അമ്മയ്ക്ക് ഈ ദേഷ്യം. മോളെവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ മോളെ. ചിന്തേ, തിരുമേനി, ഇവിടെ വശീകരണ പുഷ്പാഞ്ജലി നടത്തോ? ഹൈ, ആ ജാതി പുഷ്പാഞ്ജലി അവിടെ കഴിക്കില്ല. മോളെ. ചിന്തേ, എൽപി, ചിന്തയെ കണ്ടോ? ചേടാ, ഒരാൾ സ്വപ്നം കണ്ടോന്ന് ചോദിക്കാം, ചിന്ത കണ്ടോന്ന് ചോദിച്ചാ ചിന്ത കാണാൻ പറ്റുമോ? ഈ ചിന്തയാണോ? അമ്മേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. കനിയൊക്കെ ഉണ്ടായിരുന്നോ? കണ്ടു. ആ മൂദേവിയെ കണ്ടു. 30 രൂപയ്ക്ക് ശത്രു സംഹാര പൂജ. ഇത്രയും ചീപ്പ് റേറ്റ് കൊട്ടേഷൻ എടുക്കാൻ കറുകപ്പള്ളി ഷാജിയെ പോലും കിട്ടുകയല്ല. ദൈവങ്ങളെ സമ്മതിക്കണം. ഈ തമാശ ശ്രീനിവാസം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ ചിരിക്കും. ഞാൻ പറഞ്ഞാൽ മസിൽ പിടുത്തം. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടേ. അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലേ? ലോൺ എടുത്ത് കാറ് മേടിച്ചതാ അമ്മയുടെ ടെൻഷൻ. ഒറ്റ ദിവസം കൊണ്ട് കാറ് മേടിക്കണമെങ്കിൽ അതൊക്കെ പറ്റൂ. ലോൺ എടുത്ത് കൗബീനം വരെ വായിക്കുന്നവരാ മലയാളികൾ. എന്നിട്ട് അതിന്റെ അടവടയ്ക്കാതിരിക്കാനുള്ള ഒരു അടവുണ്ട്. ആ അടവറിയാവുന്നവൻ ഈ അടവൊരു അടവാണോ മോളെ? ഇതെല്ലാം അച്ഛന്റെ വേറൊരു അടവല്ലേ? ഫഹദിനാണോ ദുൽഖറിനാണോ പ്രായം കൂടുതൽ? മലയാളികൾക്ക് എന്നും പ്രായം ഒരു വീക്ക്നെസ് തുടങ്ങി.